ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഓണമൊക്കെ അല്ലേ, നമുക്ക് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ, മാങ്ങ അച്ചാർ. അതിന് വേണ്ടി കുറച്ച് ചെറിയ മാങ്ങകൾ എടുക്കുക, അത് കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം, അപ്പോഴേ ആ മാങ്ങയിലോട്ട് ആ ഉപ്പ് പിടിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി ഒരു 3 സ്പൂൺ എടുക്കുക. അതിനകത്തോട്ടേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുക. പിന്നെ നമ്മൾ അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 3/4 സ്പൂൺ കായം പൊടിച്ചതാണ്. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് പാൻ ചൂടാക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ നമ്മൾ ഈ പൊടിച്ച മിക്സ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച മാങ്ങയിലോട്ടേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മാങ്ങ അരിയുമ്പോൾ വളരെ നേർത്തതായി അരിയണം. ആക്ച്വലി എനിക്ക് അത്ര സ്കില്ലില്ല അരിയാൻ വേണ്ടി. യു ക്യാൻ സീ വലിയ വലിയ പീസസ് ഒക്കെ കാണാം, ഒന്നും യൂണിഫോം ആയിട്ടല്ല ഇരിക്കുന്നത്. എനിവേ, നിങ്ങളത് അരിയുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ് ടു സീ. പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം വയ്ക്കും. ആ സമയത്താണ് നമ്മളിനി ഈ മാങ്ങയിലേക്ക് വറവിടാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വഴിയേ കാണാം. ഇനി നമ്മൾ വറവിടാൻ ആവശ്യമായ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം നോക്കണം, വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് കടുവിട്ട് നന്നായിട്ട് കടുവ് പൊട്ടി ഇനി നമ്മൾ ഇടാൻ പോണത് കുനുകുന അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെളുത്തുള്ളി ഇടാം, ഒരു 5 or 6 ഇടാം. അല്ല, നിങ്ങൾക്ക് വെളുത്തുള്ളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു, അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അതിലെത്തിട്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടായിരുന്നു. വൺസ് എല്ലാം റെഡി വറവായതിന് ശേഷം ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച മാങ്ങയിലോട്ടേക്ക് അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം യോജിപ്പിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺസ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യാം. ബട്ട് ഓൾവേസ് നമുക്ക് ഇന്നാണ് മാങ്ങാച്ചാർ ആവശ്യമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ വീക്ക് ബിഫോർ ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ഉപ്പും എരിവും പുളിയും ഒക്കെ മിക്സായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള മാങ്ങാച്ചാർ കിട്ടും. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.